ഇത് കഴിക്കണ്ടാത്ത മെഡിസിൻ ബാലയ്ക്ക് കൊടുത്തിരുന്നു. അതിൻ്റെ പേരിൽ ബാലയ്ക്ക് വലിയ പ്രശ്നങ്ങളുണ്ടായി. ഇതൊക്കെയാണ് ഈ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ അതാണ്. അത് ആരുദ്ദേശിച്ചാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും നിസ്സംശയം അറിയാം. അത് ഡോക്ടർ എലിസബത്ത് ഉദയൻ. നമസ്കാരം. 2 ദിവസമായി വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഞാൻ ഈ 2 ദിവസവും നോക്കുമ്പോഴും ബാലയുടെ വിഷയങ്ങളാണ് വീണ്ടും ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നത്. ബാലയുടെ ഭാര്യ എന്ന് പറയുന്നത് കോകിലയാണ്. ഈ കോകിലയുമായി ചുറ്റിപ്പറ്റി ഇപ്പോൾ അദ്ദേഹം സന്തോഷത്തിൻ്റെ ദിനങ്ങളിലാണ് കഴിയുന്നത്. അപ്പോൾ ഇതിനു മുന്നേ ഉണ്ടായ അദ്ദേഹം ചാനലിലൊക്കെ ചിലത് പറയുമ്പം പഴയ കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ കൂടെ ജീവിച്ചവരെയൊക്കെ മറന്നുകൊണ്ടാണ് അദ്ദേഹം പല പ്രസ്താവനകളും ഇറക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് തമിഴ് ചാനലിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ ചില പരാമർശങ്ങളുണ്ട്. പെർമിഷൻ കേൾക്കണമെന്ന് அந்த half an hour டைமில் என்னோட കംപ്ലീറ്റ് ഇന്റർണൽ ഓർഗൻസ് வந்து ഷട്ട് ഡൗൺ ആയിடுச்சு. ഇത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ കൂട്ടത്തിൽ ബാല ഒരു കാര്യം പറയുന്നുണ്ട്. ബാലയ്ക്ക് ഇത് കഴിക്കണ്ടാത്ത മെഡിസിൻ ബാലയ്ക്ക് കൊടുത്തിരുന്നു. അതിൻ്റെ പേരിൽ ബാലയ്ക്ക് വലിയ പ്രശ്നങ്ങളുണ്ടായി. ഇതൊക്കെയാണ് ഈ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ അതാണ്. അത് ആരുദ്ദേശിച്ചാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും നിസ്സംശയം അറിയാം. അത് ഡോക്ടർ എലിസബത്ത് ഉദയൻ. എലിസബത്ത് ഉദയൻ ആരാണെന്ന് വെച്ചാൽ ഒരു വിദ്യാഭ്യാസ സമ്പന്നമായ തൃശ്ശൂരിലെ ഒരു തറവാട്. അച്ഛനും അമ്മയും പ്രൊഫസറായിരുന്നു. ബ്രദർ ഡോക്ടർ, ഈ കുട്ടിയും ഡോക്ടർ. FBയിലൂടെ ബാലയ്ക്ക് ഒരു കമൻ്റ് ഇട്ടതാണ് ഈ പ്രശ്നങ്ങളിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജീവിതത്തിലേക്ക് പോയത്. അപ്പോൾ പുള്ളി പലയിടത്തും പല കല്യാണങ്ങൾ, 2ാമത്തെ കല്യാണം, ഇത് 3ാമത്തെ കല്യാണം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കല്യാണം അമൃത സുരേഷുമായി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം, അമൃത സുരേഷുമായി ഐഡിയ സ്റ്റാർ സിംഗറിൽ തുടങ്ങിയ മുട്ടിട്ട പ്രണയമാണ്. എന്നാൽ അതിനു മുമ്പേ ഒരു മാരേജ് കഴിഞ്ഞിരുന്നു തമിഴ്നാട്ടിൽ, ചെന്നൈയിലെന്ന് അവർ മനസ്സിലാക്കിയത് വളരെ വൈകിയാണ്, എൻഗേജ്മെൻറ്റിന് ശേഷമാണ്. പക്ഷേ അമൃത സുരേഷിൻ്റെ അച്ഛൻ പറഞ്ഞതായിട്ടാണ് പറയുന്നത്, നമുക്ക് ഈ ബന്ധം വേണ്ട എന്ന് പറഞ്ഞ് എതിർത്തിരുന്ന അച്ഛനെ കമ്പലി അയച്ചാണ് അമൃത സുരേഷ് അന്ന് ബാലയുമായുള്ള വിവാഹം നടക്കുന്നത്. അത് ഒട്ടേറെ വിവാദങ്ങളിലൂടെയാണ്. കുറേ വർഷങ്ങൾ അങ്ങനെ പോകുമ്പം ഒരു കുട്ടിയുണ്ടായി. ആ കുട്ടിയെ വെച്ചുകൊണ്ടുള്ള ചില കളികളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഗ്വാദങ്ങളാണ്. കുട്ടിക്ക് കൊടുക്കുന്ന കാര്യങ്ങളും ഗിഫ്റ്റ് അയക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കുറേ തർക്കങ്ങൾ നമ്മൾ കേട്ടതാണ്. പക്ഷേ ഇതിലൊന്നും ഒരു സത്യവുമില്ലെന്ന് ആ കുട്ടിയെ കൊണ്ടുപോലും അമൃത സുരേഷ് വീഡിയോ എടുത്ത് ഇട്ടായിരുന്നു. നമ്മൾ കുറേ പേരെങ്കിലും അതൊക്കെ കണ്ടു കാണും. എന്ന് വെച്ചാൽ നമ്മളിത് ഈ 2-3 കാര്യം, ഈ ബാല എന്ന ഒരു തമിഴിൽ നിന്ന് മലയാളത്തിൽ വന്ന് ഒത്തിരി അഭിനേതാക്കൾ വന്നിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം വലിയ അഭിനേതാക്കളായിട്ടാണ് അറിയപ്പെടുന്നത്. എന്നാൽ ബാലയെ സംബന്ധിച്ചിട്ട് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ വലിയ ഒരു അഭിനേതാവൊന്നും, അല്ലെങ്കിൽ ഒത്തിരി സിനിമകളിലൊന്നും വന്ന ഒരാളൊന്നുമല്ല. ചുരുക്കം ചില സിനിമകളിലുമൊക്കെ വന്ന് നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഈ കേരളത്തിൽ ഈ പൊണ്ടാട്ടികളിങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ പുള്ളി കേരളം അങ്ങ് ரொம்ப പിടിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവിടെ തന്നെ കൂടി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തികളും ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നപ്പോഴാണ് ഓരോ കല്യാണങ്ങളിൽ നിന്ന് പിന്മാറി മറ്റ് വിവാഹത്തിലേക്ക് പോയത്. നമുക്കറിയാം ഇതുപോലുള്ള ഒരു താരമാണ് ഗോപി സുന്ദർ. അതവിടെ നിൽക്കട്ടെ. അപ്പം ഈ ഒരു കേസിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് ഏറ്റവും നമുക്കെല്ലാം ഒരു വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ എലിസബത്തുമായിട്ടുള്ള റീസെൻ്റ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ TV-യിൽ കൊടുത്ത ഇൻ്റർവ്യൂ ആണ്. കാര്യം എലിസബത്തിൻ്റെ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല എന്നുള്ള ഒരു നഗ്നമായ സത്യം പോലും ഇപ്പോഴാണ് പൊതുജനം അറിയുന്നത്. എന്നാൽ പോലീസ് അധികാരികളുടെ മുന്നിൽ വെച്ച് നടത്തപ്പെട്ട
അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാലയിട്ട് ഗംഭീരമായി നടത്തപ്പെട്ട വിവാഹമായിട്ടാണ് എല്ലാവരും കരുതിയത്. അത് മാലയുടെയിലും ഈ ബൊക്കെ കൊടുക്കുക, ഹാരം കൊടുക്കലും ഒക്കെ ഉള്ളായിരുന്നു. അത് രജിസ്റ്റർ ചെയ്തിട്ടില്ല. പുള്ളി തന്ത്രപരമായി നീ കളിച്ചതാണോ മറ്റെന്തെങ്കിലും ആണോ നമുക്കറിയത്തില്ല അതിൻ്റെ കാര്യങ്ങൾ. എന്തായാലും ശരി, ഇപ്പോൾ ആ കുട്ടിയെക്കുറിച്ച് പറയുന്നത്, ആ കുട്ടി കഴിഞ്ഞ ദിവസം ഒരു FB ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഇതിനെക്കുറിച്ച്. ഞാൻ ആ പോസ്റ്റ് ഒന്നും ഇവിടെ കാണിക്കുന്നില്ല, കാര്യം കുറച്ച് പേര് നിങ്ങൾ കണ്ടു കാണും. പക്ഷേ ആ കുട്ടി അത് പോസ്റ്റ് ഇടുമ്പോൾ പറയുന്നത്, എനിക്കിത് എഴുതുമ്പോഴും എൻ്റെ കൈ വിറയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ എത്രത്തോളം ഒരു പെൺകുട്ടിയെ ആ മനുഷ്യൻ ദുഃഖത്തിലാഴ്ത്തി എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് ഇതിൻ്റെ റേപ്പ് ചെയ്തതാണോ, റേപ്പ് ചെയ്തിട്ട് ആ വീഡിയോ പ്രചരിപ്പിക്കുമെന്ന് പറയുന്നു. ഇതൊക്കെ ഒരു സത്യത്തിൽ ഒരു ആക്ടർ എന്ന് പറയുന്ന ഒരാൾ, വലിയ ചാരിറ്റി ചെയ്യുന്ന ആളെന്നൊക്കെ പറയുന്ന ബാല ഈ തരത്തിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുക എന്ന് പറയുന്നത് നമുക്കത് ഒരിക്കലും വിശ്വസിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. എന്തായാലും ശരി, എലിസബത്ത് ഇപ്പം കുറേ സ്വസ്ഥമായ ജീവിതം നയിക്കുകയാണ്. അവരൊരു സ്ട്രെസ്സിൽ നിന്നൊക്കെ ഇങ്ങനെ റിലീഫ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അമൃത സുരേഷിൻ്റെ ഒരു കാര്യവുമായി, കുട്ടിയുടെ ഒരു പോളിസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി വരുന്നത്. എന്തായാലും ശരി, എലിസബത്തും ഇതുവരെ കേസൊന്നും കൊടുത്തിട്ടില്ല, FB പോസ്റ്റും മറ്റു കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ അമൃത സുരേഷ് അങ്ങനെയല്ല പോയേക്കുന്നത്. അതിൻ്റെ കാര്യകാരണങ്ങൾ സഹിതം വക്കീലുമായി ബന്ധപ്പെട്ടാണ് അമൃത സുരേഷ് പോയിട്ടുള്ളത്. നമുക്ക് റിസീപ്റ്റ് തരണം എന്നാണ് എഗ്രിമെൻറ്റിലുള്ളത്. ഇത്ര നാൾ അടയ്ക്കാണ്ടിരുന്നിട്ടും നമ്മളിതിൻ്റെ പുറകെ ഒന്നും പോയിട്ടില്ല. നമുക്ക് പൈസ വേണ്ട, ആ എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ എന്താ പറയുക, സമാധാനമായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ളൊരു ഇതിൽ പോവാണ്. പക്ഷേ ഇപ്പോൾ കേസ് വന്നപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് ഡോക്യുമെൻറ്റ്സ് മൊത്തം എന്താ പറയുക ഇതിനെക്കുറിച്ച് മാറ്റുകയും ഡോക്യുമെൻറ്റ്സ് മൊത്തം തെറ്റായി കൊടുത്തതിൻ്റെ സിഗ്നേച്ചർ അടക്കം മാറ്റി ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്യും. ഇങ്ങനെ അമൃത സുരേഷ് പറയുന്നതിൻ്റെ രത്നചുരുക്കം എന്ന് പറയുന്നത്, ഈ കുട്ടിക്ക് അന്നൊരു 15 ലക്ഷം രൂപ അങ്ങനെ അങ്ങോട്ട് കൊടുത്തിട്ടുള്ളായിരുന്നു പറഞ്ഞത്. പിന്നെ ഒരു പോളിസിയായിരുന്നു ഉണ്ടായിരുന്നത്. ആ പോളിസി ഈ കുട്ടിയുടെ പേരിലുള്ള മെച്ചുറാകുമ്പോൾ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരുന്നത്. ആകെയുള്ള ആ കേസുമായി ബന്ധപ്പെട്ട് അവർക്ക് ലഭിച്ചിരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളായിരുന്നു. ഇപ്പോൾ അവർ നോക്കുമ്പോൾ, ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ, പോളിസി അടച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കൃത്രിമമായ രേഖകൾ അമൃത സുരേഷ് ഒപ്പിട്ടതായി പറഞ്ഞ് കാണിച്ച് ആ പൈസയെല്ലാം അവർ എടുത്തതായിട്ടാണ്, ബാല എടുത്തതായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു എത്രയ്ക്കായാലും നമുക്കൊരു മനസാക്ഷിക്ക്, അയാൾ ഇപ്പോൾ 2-3 കിട്ടി എന്നുള്ളതല്ല, ഓരോരുത്തർക്കും ഓരോ ചതി. എലിസബത്തിനെ ഈ പറഞ്ഞ രീതി അവർ കൂടെ നിന്ന് ഇങ്ങനെ ഇതെല്ലാം സഹകരിച്ചിട്ട് ആപത്ഘട്ടത്തിൽ മരുന്ന് കൊടുത്തത് മാറി അയാളെ കൊല്ലാനാണെന്ന് പറയാൻ അയാൾ പറഞ്ഞു. അങ്ങനെ ഒരു ആരോപണം. അതിനേക്കാൾ വലിയ സ്വന്തം രക്തത്തിൽ പിറന്ന കൊച്ചിന് ജീവനാംശം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുക. ആ 15 ലക്ഷം രൂപയുടെ അങ്ങോട്ട് കാര്യം ഈ പോളിസിയുമായിരുന്നു. ആ പോളിസി പോലും കൃത്രിമമായി അമൃതയുടെ ഒപ്പിട്ട് അവർ വിഡ്രോ ചെയ്തതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്കൊരു ഈ ആക്ടർ എന്ന് പറയുമ്പം ഈ പലരും സപ്പോർട്ട് FBയിൽ എലിസബത്തിനെ ഒത്തിരി നിരൂപണം ചെയ്തിട്ടാണ്. ഇയാൾക്കൊരു ഈ ഒരു അസുഖം വന്നപ്പോൾ സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഇദ്ദേഹം ജീവൻ പോകുമെന്നുള്ള നില വന്ന ഒരു അവസ്ഥയായിരുന്നു. അമൃതയിൽ നിന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിനൊക്കെ വരുന്നത് വളരെ സീരിയസ് ആണ്, എല്ലാം ബോഡി ഓർഗൻസ് എല്ലാം പോയി എന്നൊക്കെ പറഞ്ഞാണ്, ഷട്ട് ഡൗൺ ആയെന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ അതിൽ നിന്ന് കരകയറി വന്നപ്പോഴും കൂടെ നിന്ന ഒരു സ്ത്രീയാണ് ഡോക്ടർ എലിസബത്ത്. ആ കൊച്ചു വീട്ടുകാരെ ധിക്കരിച്ചു വന്നതിൻ്റെ ആ കുട്ടി അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഒരു നമ്മൾ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റൊന്നും കാര്യമില്ല. ഇത് കാണുന്ന കുട്ടികളൊക്കെ കുറേ കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്ന ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കിയ നല്ലത്, അത്രേ പറയുള്ളൂ. എന്തായാലും ശരി, ഇങ്ങനെ അണ്ണനിങ്ങനെ പൊണ്ടാട്ടിയുമായിട്ട് പോയി അവിടെ പോയിരുന്ന് ഇങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്ത് അതിൽ നിന്ന് വന്ന കുറേ കാര്യങ്ങളുമായിട്ട് ഇപ്പം എലിസബത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരിക്കുകയാണ്. ആണോ സെക്കൻഡ് മാരേജ് എന്നൊക്കെ പറയുന്നത്? ഓരോ വർഷവും കൊടുത്ത കണക്കുകൾ ഇതും ചിലർ കണക്കിട്ടുണ്ട്. കൂടുതൽ വർഷം നിന്നത് അമൃത സുരേഷുമായിട്ട് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും അറിയാം ഇദ്ദേഹത്തിൻ്റെ എലിസബത്ത്, അമൃത സുരേഷ്, കോകില, അതിന് മുന്നേ ഒരു മാരേജ് ചെയ്തതായിട്ട് പറഞ്ഞു. 4 മാരേജ് ആക്ച്വലി കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അത് തന്നെ ഇദ്ദേഹത്തിൻ്റെ കണക്ക് അതിന് പോലും തെറ്റിച്ചൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും ശരി, ഇങ്ങനെ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ടുണ്ടായ ഈ അമൃത സുരേഷ്, ഡോക്ടർ എലിസബത്ത്, ഇപ്പോൾ സന്തോഷത്തോടെ കഴിയുന്ന കോകില, പിന്നെ എന്തോ മാമനക്ക് 3 വയസ്സിൽ തുടങ്ങിയ പ്രണയമാണെന്നൊക്കെ പറഞ്ഞ് കോകില പറയുന്നുണ്ട്. എന്തായാലും ശരി, അതൊരു പാവം പിടിച്ച കുട്ടിയാന്ന് തോന്നുന്നു. ആ കുട്ടിയെങ്കിലും ഇദ്ദേഹം നല്ല രീതിയിൽ കൊണ്ടുപോകട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ അവസരത്തിൽ. ഈ രീതിയിൽ സമൂഹത്തിൽ ഒരു അമൃത സുരേഷിനുമായിട്ടുള്ള കാര്യത്തിൽ ആ കുട്ടിയെ ഒരു സ്വന്തം രക്തത്തിൽ പിറന്നതാണ് എന്ന് മാത്രമെങ്കിലും കരുതി ഈ വക ചതികളൊക്കെ ഒഴിവാക്കി നേരെ ചൊവ്വേ ഇയാൾക്ക് കോടികൾ ഈ ഇടയ്ക്ക് പറയുമായിരുന്നു. എലിസബത്തുമായിട്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം പറഞ്ഞ എലിസബത്തുമായിട്ട് ഒരു കോൺട്രവേഴ്സി ഒന്നും ഇതുവരെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ആ കുട്ടി ഒന്നും പറഞ്ഞിട്ടില്ല. എലിസബത്തിനെ കുറിച്ചും ഇദ്ദേഹം ഒന്നും പറയാറില്ല. ഇപ്പം വന്ന ഒരു ലേറ്റസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഈ മരുന്ന് സംബന്ധമാണ്. അത് നേരത്തെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും ആരും അത് മുഖവിലേക്ക് എടുത്തില്ല. പക്ഷേ അമൃത സുരേഷുമായിട്ട് അങ്ങനെയല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ കുട്ടിയെ വെച്ചുള്ള കളികളായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പം ബാപ്പു എന്നും പറഞ്ഞ് ബാബുവിനെ ഞാൻ ശല്യം ചെയ്യത്തില്ലതൊക്കെ പറഞ്ഞ് പിന്നെയാണ്. അതിനുശേഷം ഇദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് നമ്മളൊക്കെ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. ഇദ്ദേഹത്തിന് അവിടെ കോടിക്കണക്കിന് 1000 കോടിയുടെ സ്വത്തുക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഒരു പ്രൊപ്പഗൻഡ ഉണ്ടാക്കിയിട്ട് അതിനുശേഷമാണ് അതിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് പറഞ്ഞത് ഞാൻ ഉടൻ വിവാഹം കഴിക്കും ഒക്കെ പറഞ്ഞു. എന്തായാലും ശരി, ഈ 1000 കോടിയിൽ വീണതാണോ കോകില എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ 1000 കോടിയുടെയും 1 കോടിയുടെയും ഈ 1000 കോടിയുള്ള ആൾ എന്തിനാ ഈ 15 ലക്ഷം രൂപ ഈ കുട്ടിക്ക് കൊടുത്തത് എടുത്ത് ഈ ഫോർജറിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്തിട്ടൊക്കെ എന്തിനീ പണം അടിച്ചുകൊണ്ട് പോയി ഇത്രയും കോടികളുള്ള മനുഷ്യൻ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോവുക. എന്തായാലും ശരി, ഈ ബാലയ്ക്ക് കോടികൾ ഉണ്ടെങ്കിലും ലക്ഷങ്ങളുണ്ടെങ്കിലും ആ കുട്ടിക്ക് വേണ്ട ഈ കാര്യങ്ങൾ മനസാക്ഷി ഉണ്ടെങ്കിൽ ചെയ്ത് ഈ സമൂഹത്തിൽ ഇനി എന്ത് ചെയ്തിട്ടും ബാല പേരെടുക്കില്ല. കുറച്ച് പേര് ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ ഇയാൾ വിലക്കെടുത്ത മാതിരിയാണ് FBയിലൊക്കെ വന്ന് എലിസബത്തിനെ കംപ്ലൈൻറ്റ് ഈ കുറ്റങ്ങൾ പറയുന്നത്. എന്തായാലും ശരി, അത് നമ്മുടെ നാടിൻ്റെ ഒരു സ്വഭാവമായിരിക്കും. എന്തായാലും ശരി, ഈ കുട്ടിയുടെ കാര്യത്തിൽ ഇപ്പോൾ കേസുമായിട്ട് പോകുമെങ്കിൽ പോലും ഇയാൾക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ ഇയാളുടെ രക്തത്തിൽ പറഞ്ഞ കുട്ടിയാണെങ്കിൽ അതിന് വേണ്ട സംരക്ഷണം കൊടുക്കുവാൻ നിയമപരമായി അല്ലെങ്കിൽ പോലും ധാർമ്മികത ഉണ്ടെങ്കിൽ ബാല ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.